നിങ്ങൾക്ക് എന്റെ മോനെ രക്ഷിക്കാൻ കഴിയും. ശങ്കർ, എങ്ങോട്ടേക്ക് കൊണ്ടുപോന്നെ? ചോയ്ക്കുന്നത് കേട്ടില്ല, എങ്ങോട്ടാന്ന്? ശങ്കർ, ശങ്കർ, എന്താ കാര്യന്ന് പറ. ഇത്രയും ദിവസമായിട്ട് എനിക്ക് തുണയായിട്ടിരുന്ന എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ പ്രിൻസിപ്പൽ, ചേട്ടൻ, ഏടത്ത്, ഈ അമ്മ, എല്ലാവരും എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു. അതുപോലും സാരമില്ല. കുട്ടി എൻ്റെ കയ്യിലെടുത്തപ്പോൾ അവൻ പോലും കരഞ്ഞു. ഈ ലോകം മൊത്തം എന്നെ ഒരു ഭ്രാന്തനായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ എനിക്ക് ഭ്രാന്തില്ല അനന്യ. എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ വിട്ട് പോകുമ്പോഴാണ് എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്നത്. ഇത്രയും കാലം എനിക്ക് ഭ്രാന്തില്ലായിരുന്നു. പക്ഷെ ഇതേപോലെ ഞാൻ എപ്പോഴും തനിച്ചാണെങ്കിൽ ഈ നിമിഷം ഇപ്പൊ തന്നെ എനിക്ക് ഭ്രാന്താവുന്ന പേടിയാവുന്ന അനന്യ. അങ്ങനെയൊന്നും പറയല്ലേ. എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? നിങ്ങൾ ആരെ വിശ്വസിച്ചില്ലെങ്കിലും സാരമില്ല. നിങ്ങൾക്ക് ഭ്രാന്തമൊന്നും ഇല്ലാന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളും ഞാനും ചേർന്ന് ഈ കാര്യം ലോകത്തിനോട് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ആദ്യം എല്ലാരും കൂടി എന്തിനാ നിങ്ങളെ ഭ്രാന്തനെന്ന് വിളിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അതെവിടുന്നാ തുടങ്ങിയത്? പ്ലീസ് ശങ്കർ, ഒന്ന് ആലോചിച്ച് നോക്ക്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡെല്യൂഷൻ എന്നാ പറയുക. ശങ്കർ, നീയോ? എന്തിനാ അങ്ങനെ പറഞ്ഞേ? എനിക്കെന്താ ഭ്രാന്താണോ? പറയടാ, പറയാ. സർ, എന്റെ കയ്യിൽ നിന്ന് വിട് സാർ, പ്ലീസ് സാർ. ഞാൻ പറയുന്നത് കേൾക്ക് സാറേ. എന്ത് കേൾക്കാനാ? എല്ലായിടത്തും കേൾക്കാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്ക് സാറേ, പ്ലീസ് സാർ. സോറി സാർ. സോറി പറഞ്ഞ എല്ലാം ശരിയാവോടാ. എന്റെ പുറകെയാണ് അവര്. വീട്ടിൽ പോയാലും ഹോസ്റ്റലിൽ പോയാലും ഹോസ്പിറ്റലിൽ പോയാലും എവിടെ പോയാലും അവരുടെ പുറകെ തന്നെയാ. ഡെലൂഷൻ ആണോ? എനിക്ക് ഡെലൂഷൻ ആണല്ലേ? പോലീസ് എന്നെ കൊല്ലാൻ നടക്കുന്നു ഞാൻ സ്വയം വിചാരിക്കുകയാണല്ലേ? എനിക്കെന്താ വട്ടാണോടാ? പറയടാ. എന്ത് ജന്മോടാ നീ? എത്ര പണം വാങ്ങിച്ചിട്ടാ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? എത്ര വാങ്ങിച്ച് പറയടാ. ഞാനൊന്നും വാങ്ങിയിട്ടില്ല സാർ. അപ്പൊ ഫ്രീ ആയിട്ടാണോ ചെയ്തത്? അതെ സാർ, അവര് ഫോഴ്സ് ചെയ്തു, അതുകൊണ്ടാ. ഫോഴ്സ് ചെയ്തെന്നോ? ആ സമയത്ത് നിന്റെ ബുദ്ധി എവിടെയാണ് പോയത്? ഞാനൊരു പേഷ്യന്റിന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുമ്പോ പ്രതീക്ഷിക്കാത്ത സമയത്ത് അയാൾ മരിച്ചുപോയി. അത് കേസാക്കാതെ അവരെന്നെ എന്നെ സഹായിച്ചിരുന്നു. ആരാടത്? അത് CI രാജീവ് സാർ. നിന്നെ പോലെ നാറികളൊക്കെ ഒന്ന് ചേർന്ന് ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടി പാർട്ണർഷിപ്പ് ചെയ്ത് ജനങ്ങളെ പറ്റിക്കാണോ? എടാ, അന്ന് ഞാൻ നിന്നെ ചോദ്യം ചെയ്തപ്പോ നീ ലേണർ എന്നും ഞാൻ MS എന്നല്ലേ പറഞ്ഞത്? ഇതാണോ തന്റെ MS?
എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഈ തവണത്തേക്ക് എന്നെ ക്ഷമിക്ക്. ശങ്കർ, ശങ്കർ വേണ്ട, മതി, നിർത്ത്. പോലീസ് വരുന്നുണ്ട്, വാ. എന്താണ് അവ ഇങ്ങനെ വെള്ളം അടിച്ച് വീണ് കിടക്കുന്നത്? സാർ, അവന്റെ മുഖത്തെ പരിക്കുണ്ടോ? നമ്മൾ അവനെ കുറിച്ച് വാണിംഗ് കൊടുക്കാന്ന് വിചാരിച്ചപ്പോ അവൻ നമ്മളെക്കാൾ സ്പീഡാണല്ലോടാ. അങ്ങനെയാണെങ്കിൽ അവന്റെ നെക്സ്റ്റ് ടാർഗറ്റ് നിർമ്മല. ഹലോ ഹലോ, ഞാൻ രാജീവ് സാറിന്റെ വൈഫാണ് സംസാരിക്കുന്നത് മാഡം. കോൺസ്റ്റബിൾ സ്വാമിയുടെ അടുത്ത് സംസാരിക്കണം. ഫോൺ ഒന്ന് കൊടുക്കാമോ? യാ, ഒരു മിനിറ്റ്. കോൺസ്റ്റബിൾ സ്വാമി എങ്ങി വിളിച്ചേ. സർ, ഇന്നലെ രാത്രി മുതൽ രാജു സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ല. ഫോൺ ചെയ്തപ്പോ എടുക്കുന്നുമില്ല. എന്താ സംഭവം അറിയില്ല സർ. സാർ, രാജു സാറിന്റെ മിസ്സസ് ഫോൺ ചെയ്തിരുന്നു. സാറ് രാത്രി വീട്ടിൽ ചെന്നിട്ടില്ലെന്ന് അവർ പേടിച്ചിരിക്കുക. കംപ്ലൈന്റ് തരാൻ സ്റ്റേഷനിലേക്ക് വരാന്നാ പറഞ്ഞത്. ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. സാറേ, ഇത് തീർച്ചയായിട്ടും അവന്റെ പണിയായിരിക്കും സാറേ. രാജു സാറിനെ ഒന്ന് പേടിപ്പിച്ച സാറ് സത്യം എല്ലാം പറയും. അവസാനിച്ചു, എല്ലാം അവസാനിച്ചു സാറേ. എന്റെ മോളുടെ കല്യാണത്തിന് ഇനി ഒരാഴ്ച കൂടി ഉള്ളു സാറേ. എല്ലാം അവസാനിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത് പോലും എനിക്കറിയില്ല സാറേ. എടോ സ്വാമി, എഴുന്നേക്കടോ. എന്തിനാണോ പേടിക്കുന്നത്? ചോദിച്ചതും പറയോ അവൻ?